മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. അങ്ങനെ എമ്പുരാൻ വീണ്ടും വീണ്ടും ഒരു റെക്കോർഡ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇന്ന് 10 ദിവസം ആകുവാണ് എമ്പുരാൻ സിനിമ റിലീസായിട്ട്. അപ്പം ഇന്നലെ വൈകുന്നേരം ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എമ്പുരാന്റെ 235 കോടി എന്ന് പറഞ്ഞുള്ള. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത് റെക്കോർഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഇത്രയും ദിവസം കൊണ്ട് ഏകദേശം 10 ദിവസത്തിന് മുമ്പ് 9ാമത്തെ ദിവസമാണ് 235 കോടി കളക്ഷൻ ആയത്. ഇതൊരു വലിയ സംഭവം തന്നെയാണ്. ശരിക്കും മഞ്ഞുമൽ ബോയ്സിന്റെ ഒക്കെ ടോട്ടൽ കളക്ഷൻ എന്ന് പറയുന്നത് 241 കോടിയാണ്. അപ്പൊ ആ ഒരു ടോട്ടൽ കളക്ഷൻ ആണ് ഈ ഇത്രയും ദിവസം കൊണ്ട്, ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ എമ്പുരാൻ ആണെങ്കിൽ കോലത്തോക്ക് തൂക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസത്തെ കളക്ഷൻ കൊണ്ട് മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ ടോട്ടൽ കളക്ഷൻ ഫുള്ള് തൂക്കും എന്നുള്ള കാര്യത്തിന് ഒരു ഡൗട്ടും ഇല്ല. എന്തായാലും ഈ സിനിമ ഇപ്പം നല്ല രീതിക്കാനാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഒരു വലിയൊരു ഹിറ്റാണ് നമുക്ക് വരാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം, ഇനി താമസിക്കാതെ തന്നെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റർ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ടൊവിനോയുടെ സിനിമയായിട്ടുള്ള 2018 ഇപ്പോൾ ടോപ്പിൽ കിടക്കുന്ന ആ ഒരു നമ്മുടെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ, കേരളത്തിൽ നിന്ന് കളക്ഷൻ കിട്ടിയ സിനിമ. അപ്പോൾ എന്തായാലും അതും തൂക്കും എന്നുള്ള കാര്യത്തിന് ഒരു ഡൗട്ടും ഇല്ല. എന്തായാലും എമ്പുരാൻ്റെ ഈ ഒരു കുതിപ്പെന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിക്കത്തെ ഒരു കുതിപ്പാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഈ സിനിമ പോസിറ്റീവ് റിപ്പോർട്ട് അല്ല വന്നത്. ഫുൾ പോസിറ്റീവ് റിപ്പോർട്ട് വന്നൊരു ചിത്രമല്ല എമ്പുരാൻ. ഒരു ആവറേജ് മിക്സഡ് റിപ്പോർട്ടാണ് ഈ സിനിമയ്ക്ക് വന്നത്. എന്നിട്ടും ഇത്രയൊരു കുതിച്ചുകയറ്റമാണ് നമ്മൾ ഈ സിനിമയെ കാണുന്നത്. അന്നേരം നമ്മളൊന്ന് ഓർത്ത് വെക്കുക, ഇതിനെങ്ങാണ് ഫുൾ പോസിറ്റീവ് വന്നിരുന്നെങ്കിലുള്ള ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. ഇതിൻ്റെ അപ്പുറമായിട്ടാണ് സംഭവിക്കുന്ന. ഒന്നാമത് പടത്തിനും കൂടെ പോസിറ്റീവ്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ന്യൂസുകളിലൊക്കെ ഒരു പബ്ലിസിറ്റിയും കൂടെ ആകുമ്പോൾ വേറൊരു തലത്തിലായിരുന്നു ഇതിൻ്റെ ഒരു കളക്ഷൻ. പക്ഷേ അതൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. ഇപ്പം തന്നെ നമ്മുടെ മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടാൻ പോകുന്ന സിനിമയായി മാറാൻ പോവുകയാണ് ഇപ്പോൾ എമ്പുരാൻ. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ ഈ സിനിമയാണെങ്കിൽ ഇപ്പോൾ വേൾഡ് വൈഡ് ആണെങ്കിൽ തന്നെ നല്ല രീതിക്കാണ് ഈ സിനിമ ഓടുന്നുണ്ട്. പല സിനിമകളും അവരവരുടെ ഇൻഡസ്ട്രിയിലെ പല വലിയ ആക്ടേഴ്സിൻ്റെ സിനിമകൾ ഉണ്ടായിട്ടും അതിൻ്റെ കൂടെ കോമ്പറ്റീറ്റ് ചെയ്താണ് എമ്പുരാൻ നല്ല രീതിക്കാണ് എല്ലായിടത്തും ഓടുന്നത്. അതൊരു വലിയ കാര്യമാണ്, ഒരു ചെറിയ കാര്യമൊന്നുമല്ല. ഒരു മലയാള സിനിമ ഇത്രത്തോളം പോയി വേൾഡ് വൈഡിൽ പോയി അതാത് ഇൻഡസ്ട്രിയിലെ വലിയ വലിയ ആക്ടേഴ്സിൻ്റെ പടങ്ങളുടെ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര സംഭവമാണ്. എന്തായാലും ആ രീതിക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എമ്പുരാൻ നമ്മുടെ മലയാള സിനിമയ്ക്ക് തന്നെ ഏറ്റവും വലിയ ഹിറ്റ് ആകാം. ഇന്നത്തെ ദിവസം കൊണ്ട്, ഇന്നത്തെ ആ ഒരു വൈകിട്ട് വരുന്ന ആ ഒരു കളക്ഷനോട് ആകുമ്പോഴത്തേക്കിനും ഉറപ്പാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ ടോട്ടൽ കളക്ഷൻ ഫുള്ള് ബ്രേക്ക് ചെയ്തിരിക്കും. എന്തായാലും ഇത് ഭയങ്കര ഒരു സംഭവമാണ്. നമ്മൾ മഞ്ഞുമൽ ബോയ്സ് ആ കളക്ഷൻ ഇട്ടപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇനി ഏത് സിനിമയായിരിക്കും അത് ബ്രേക്ക് ചെയ്യുന്നതെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിക്കത്തെ കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം എമ്പുരാൻ്റെ കാര്യം, നമുക്കറിയാം രാജുവേട്ടനാണ് സംവിധാനം ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ സിനിമ ഇറങ്ങിയപ്പോഴും ഇതിൻ്റെ ട്രെയിലർ വന്നപ്പോൾ മുതലാണ് നമ്മൾ ശരിക്കും ഒരു ഗോഡ് മോഡിലോട്ട് പോയത്. കാരണം അമ്മാതിരി ഒരു അഴിച്ച് പണ്ണലായിരുന്നു നമ്മുടെ രാജുവേട്ടൻ്റെ. അമ്മാതിരി സാധനമായിരുന്നു. ലാലേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങ് നമ്മളെങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്ന ആ രീതിക്കാണ് കാണിച്ചിരിക്കുന്നത്. സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും. എന്തായാലും എമ്പുരാനെ കൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓരോ രാജാവിൻ്റെ ബോക്സ് ഓഫീസ് വിളയാട്ടമാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.